നമ്മുടെ ഒരു കൗൺസിലറിൻ്റെ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കല്ല UK പഠിക്കാനാണെന്ന് പറയുന്നത്. എന്നോട് ചോദിക്കാറുണ്ട് നല്ല സ്കോപ്പുള്ള ജോലി ഏതാണ്. ഇപ്പോൾ ഒരു UK വിസ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ വേൾഡിൽ എനിക്ക് തോന്നുന്നു 45ഓളം കൺട്രീസിലേക്ക് നിങ്ങൾക്ക് വിസ ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാർക്ക് വേണം. അവർക്ക് മാത്രമാണ് പുറത്തു പോയി പഠിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. എൻവയോൺമെന്റ് മൊത്തത്തിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊന്നും എക്സ്ട്രീം അല്ല. ഞാൻ UK പോയിരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തുന്ന മന്തിൽ രാത്രി 10:45 സൺസെറ്റ്. ഹായ് എവ്രിവൺ, വെൽക്കം ടു ദി സെക്കൻഡ് എപ്പിസോഡ് ഓഫ് യൂണിറ്റോക്സ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചൂസിങ് ദ റൈറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന് കൊണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. സോ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഗസ്റ്റ് ആയിട്ടുള്ളത് ജിഷാൻ ആൻഡ് അഷ്റഫ്. നമുക്ക് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓവർസീസ് എഡ്യൂക്കേഷൻ എക്സ്പേർട്സ് ആണ്. ഇൻഡസ്ട്രിയിൽ 7 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ്റെ ഈവൻറ്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈവൻറ്റ്സ് നമ്മൾ കുറേ ഇയേഴ്സ് ആയിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ട് നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ സ്റ്റുഡൻസ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നില്ല. അല്ലാതെ എങ്ങനെയാണ് എനിക്ക് എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുക എന്നുള്ളത്. ആദ്യം ജിഷാനിലേക്ക് തന്നെ വരാം. എങ്ങനെയാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുക? എന്ത് ഫാക്ടറാണ്? Hi Akshay, first of all thanks for inviting me and I'm very thankful for choosing this topic. Actually ഇതൊരു വളരെയധികം ആളുകൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നതും ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മേ ബി വി ക്യാൻ നമുക്കത് അവരെ ആ കൺഫ്യൂഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു റൈറ്റ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ എവിടെയാണ് അവരുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള അവരുടെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് അവർ ഒരുപാട് ഫാക്ടേഴ്സ് കമ്മിങ് ടു ദ പിക്ചർ. ലൈക്ക് നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു കൺട്രി പോലെ അല്ലെങ്കിൽ സ്ഥലം പോലെ ആയിരിക്കില്ല. അവിടെ വളരെ കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് വരിക. ഇവിടെ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് പ്ലേയിലേക്ക് വരുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പിക്ചറായിട്ട് നമുക്ക് എടുക്കേണ്ടത് അക്കാഡമിക്സ് അല്ലെങ്കിൽ അക്കാഡമിക് ക്വാളിറ്റി എന്നുള്ള ഒരു പോയിന്റിലാണ്. ഇത് 2 തരത്തിലും നമുക്ക് സംസാരിക്കാം. ഓരോ കൺട്രികളുടെയും അക്കാഡമിക് റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അക്കാഡമിക് റിക്വയർമെൻറ്റ്, ഇൻഡിവിജ്വലിൻ്റെ അക്കാഡമിക് റിക്വയർമെൻറ്റും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിക്വയർമെൻറ്റും തന്നെ നമുക്ക് 2 തരത്തിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് ഉണ്ടാകും. ഓരോ കൺട്രീസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ എംബസീസ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും ഇത്ര മിനിമം റിക്വയർമെൻറ്റ് ഇത്ര വേണം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നമുക്കൊരു അക്കാഡമിക് റിക്വയർമെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പോയിൻ്റായിട്ട് നമ്മൾ കാണേണ്ടത്. എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു BBA ഗ്രാജുവേറ്റ് ആണ്, എനിക്കൊരു കരിയർ ഫോക്കസ് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് നമ്മൾ ആയിത്തീരേണ്ടത് എന്നുള്ളത് നമ്മളൊരു പ്ലാനിങ് നടത്തിയിരിക്കണം. ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഏരിയയിൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ള സിലബസ് ഏതാണ്, അത് എവിടെയാണ് പഠിപ്പിക്കുന്നത്, അത് ഏത് കൺട്രിയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് വളരെ ഈസി ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് റാങ്കിങ് ഫെസിലിറ്റേഷൻസ് ഇന്ന് ആ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് ഒരു റൈറ്റ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരോടും ഒരുപോലെ പറയുന്ന കാര്യമാണ്, നമുക്ക് അക്കാഡമിക്സ് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് റെപ്യൂട്ടേഷൻ, അക്കാഡമിക് റിക്വയർമെൻറ്റ്, ഈ 2 ഫാക്ടേഴ്സിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടറിഞ്ഞ അല്ലെങ്കിൽ കേട്ടറിഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മാർക്ക് വേണം, അല്ലെങ്കിൽ 99, 100 കിട്ടിയവർക്ക് മാത്രമാണ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. നമുക്ക് അവർക്ക് മാത്രമാണ് ഈ ഒരു എന്താ പറയുക, നമുക്ക് പുറത്തു പോയി പഠിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തേടി വരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പല ആഡ്സും കാണുന്നുണ്ട്, 55%, 45% എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആഡ്സ് നമ്മളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ജെന്യൂനാണോ? അപ്പോൾ നമുക്ക് ഈ 45 55 പോയിട്ട് പഠിക്കാനായിട്ട് പറ്റും? ഓക്കെ, ഇതിൽ അക്ഷയ് ആദ്യം പറഞ്ഞ കാര്യം വളരെ ഇന്നും ഞാനത് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. നല്ല അക്കാഡമിക്സ് ഉള്ള ആളുകൾക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്നും അവർ പഠിക്കുന്നുണ്ട്. ബട്ട് എങ്ങനെയാണ് ഒരു ന്യൂസ് വാല്യൂ അന്ന് ക്രിയേറ്റ് ആയിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പുകളും അക്കാഡമിക് എക്സലൻസ് സ്പോൺസർഷിപ്പുകളും അന്നും അവൈലബിൾ ആണ്, ഇന്നും അവൈലബിൾ ആണ്.
ഇപ്പോൾ അക്ഷയ്ക്ക് ഒരു 99.9% ഉണ്ട് ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിൽ എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി യു വിൽ ബി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനീസ് പോലും നിങ്ങൾ എന്ത് ചെയ്യും അക്കാഡമിക്സിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാനുള്ള ഫെസിലിറ്റി എന്നാണ്. അത് ഇന്നും അവൈലബിൾ ആണ്, അന്നും അവൈലബിൾ ആണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 45% 50%. യെസ്, ഇപ്പോൾ നമുക്ക് ഈവൻ ജസ്റ്റ് പാസ്, നമ്മളിപ്പോൾ ഒരു ഡിഗ്രിയിൽ ജസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുള്ളൂ, ബോർഡർ ലെവലിലാണ് നമ്മുടെ മാർക്സ്. ദാറ്റ് ഡസൻ മീൻ നമ്മുടെ കരിയർ ഇവിടെ അവസാനിച്ചു എന്നുള്ളതല്ല. അത് നമുക്കൊരാൾക്ക് അക്കാഡമിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. മേ ബി ഇവിടുത്തെ അക്കാഡമിക് ഇവാലുവേഷൻ സിസ്റ്റം പ്രോപ്പർ ആവാതിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ സിറ്റുവേഷൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നതായിരിക്കും. അപ്പോൾ ആ കാരണം കൊണ്ട് അയാളുടെ വിദ്യാഭ്യാസം നിർത്തുക എന്ന് പറയുന്ന ഫെസിലിറ്റി പുറത്തൊരു രാജ്യത്തും അങ്ങനെയല്ല അവർ കാണുന്നത്. ഇഫ് അതൊരു ജസ്റ്റിഫയബിൾ, അക്കാഡമിക്സിൻ്റെ ഇഷ്യൂസ് ജസ്റ്റിഫയബിൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ അത് കഴിഞ്ഞിട്ടുള്ള ഇഫ് അവർക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റെലവൻസ് ആക്കി എടുത്തിട്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും കുട്ടികൾക്ക് അഡ്മിഷൻ ലെറ്റേഴ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരാൾ അയാളുടെ സിലബസ് ആണ് അല്ലെങ്കിൽ അയാൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് ആയിരുന്നു പ്രശ്നം എന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് മാർക്ക് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ ആർ പാത്ത് വേ പ്രൊവൈഡേഴ്സ്. നമുക്കൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് ഉണ്ട്. പാത്ത് വേ ഇൻ ദ സെൻസ്, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ അക്ഷയ് അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കും. ഞാനൊരു BCA കംപ്ലീറ്റ് ചെയ്ത ആളാണ്. ബട്ട് എനിക്ക് ആ സബ്ജക്റ്റ് അത്ര കംഫർട്ടബിൾ ആയിട്ടല്ല ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇനീഷ്യൽ ടൈംസിൽ എനിക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയപ്പോൾ ഞാനത് എടുത്തു. പക്ഷേ ഓൺ ദ ഗോ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തു എന്ന് വിചാരിക്കും. എനിക്കത് അക്കാഡമിക്സിൽ എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ആൻഡ് എൻഡ് റിസൾട്ട് വാസ് മൈ സ്കോർ വാസ് ടു ബാഡ്. നോട്ട് ടു ബാഡ്, ലൈക്ക് ഞാൻ പാസ്സായിട്ടുണ്ട്, ബട്ട് എനിക്ക് അത്ര തന്നെ ഒരു ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് ഞാൻ മീറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ പുറത്ത് നമ്മൾ നോക്കുകയാണ് പല കൺട്രീസിൻ്റെയും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ടാർഗറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റിൽ ടാർഗറ്റ് ഉണ്ട്, നമുക്ക് അവിടെ എത്തണം എന്നാണ് നമ്മുടെ പ്ലാൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് UK കാർഡിഫ് പോലത്തെ കുറച്ചും കൂടി റാങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിചാരിക്കും. സോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ അവരുടെ ക്യാമ്പസിൽ തന്നെ പാത്ത് വേ പ്രൊവൈഡേഴ്സിന് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസിന് അവർക്കൊരു ബ്രിഡ്ജിങ് പ്രോഗ്രാം അവർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഈ ഒരു ഡിഗ്രി, അതായത് മാസ്റ്റേഴ്സ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഒരു 6 months 3 months ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിങ് പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബേസ് ആയിട്ട് മെയിൻലി റിക്വയർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും സബ്ജക്ട്സും നമുക്ക് അവിടെ ഒന്നും കൂടെ റീ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ 45 അല്ലെങ്കിൽ 35% പോലും ഇന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റും പുറത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഒരാളും എനിക്ക് 45 ഉള്ളൂ, എൻ്റെ കരിയർ ഇവിടെ അവസാനിച്ചു പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വി ഹാവ് ടു ഹണ്ട് ഫോർ ഇറ്റ്. അതാണ് അതിലുള്ള കാര്യം. ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് സജഷൻസ് കേൾക്കുക ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യം. അതുപോലെ തന്നെ നമ്മൾ മുന്നേത്തെ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമാണ് ഇവിടുത്തെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. അത് തന്നെയല്ലേ ഇപ്പോൾ ഒരു 45 55 എത്തിക്കാനുള്ള കാരണം? ഐ മീൻ ലാസ്റ്റ് എക്സാം കാരണമാണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ പിന്നെ അന്ന് നമ്മൾ പറഞ്ഞ ഒരു കണ്ടിന്യൂറ്റി ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് കാര്യം. ഇപ്പോൾ ഒരാളൊരു എക്സാമിൽ 45 അല്ലെങ്കിൽ 50% സ്കോർ ചെയ്യുന്നു എന്നുള്ളത് ഒരിക്കലും ആള് അക്കാഡമിക്കലി ബ്രില്യൻ്റ് അല്ലാത്തതുകൊണ്ട് ആണെന്ന് നമുക്കൊരിക്കലും അത് ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു നോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരിക്കലും നമ്മുടെ ഗ്രേഡ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇവിടുന്ന് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പോലെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്തരം സ്റ്റുഡൻസിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ജിഷാൻ പറഞ്ഞ ഈ പാത്ത് വേ പ്രോഗ്രാം ആൻഡ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരു നല്ല എഫേർട്ട് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം സ്റ്റുഡൻസിനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്നുണ്ട്. നന്നായിട്ട് അവരെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഒരു ആ ടീച്ചർ സ്റ്റുഡൻറ് റേഷ്യോ ഒക്കെ വളരെയധികം കുറച്ചിട്ട് ഈ സ്റ്റുഡൻറ്റിനും കൂടുതൽ കെയറും അറ്റൻഷനും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ പാത്ത് വേ പ്രോഗ്രാംസ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൺസ് ആ ഒരു 6 month ബ്രിഡ്ജിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ ഇവരെന്ത് ചെയ്യാണ്, ലിറ്ററലി എലിജിബിൾ ആവുകയാണ്. ആ ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ട് വന്നിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കൂടെ തന്നെ ഇരുന്നിട്ട് അവരുടെ കൂടെ ക്ലാസ് റൂം ഷെയർ ചെയ്യാനായിട്ട് അവർ എലിജിബിൾ ആവുകയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് എന്തായാലും ഈ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ് ജിഷാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്, അതായത് അക്കാഡമിക് ഫാക്ടേഴ്സ് എന്നുള്ളത്. അപ്പോൾ അതിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു സബ്ജക്റ്റ് ഞാൻ എടുക്കാൻ എൻ്റെ പ്ലാൻ, ഇപ്പോൾ എനിക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് ആണ് പഠിക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ UG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അതിലാണ്. അല്ലെങ്കിൽ ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലാണ്, അതല്ലെങ്കിൽ IT ആണ്, ബിസിനസ് ആണ്, ഇങ്ങനെ നമ്പർ ഓഫ് ഓപ്ഷൻസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റീസൺ മെയിൻലി നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടെന്നോ, അതല്ലെങ്കിൽ ഫാമിലി ആളുകൾ ഉണ്ട് എന്നുള്ളതോ, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റീൽസിൽ കണ്ടിട്ടുള്ള അങ്ങനെയൊന്നുമല്ല. അത് കൃത്യമായിട്ടും അക്കാഡമിക് ലെവലാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിൽ
ഇപ്പോൾ കാനഡ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആ കാനഡ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഫ്യൂച്ചറിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന കുറേ കോഴ്സസ് ഉണ്ട്. അതുപോലെ USA ആണെങ്കിൽ അങ്ങനെയുണ്ട്. അത് നമുക്ക് പ്രിസൈസ്ലി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഡെഫിനറ്റ് ആയിട്ട് അത് പറയാനുണ്ടാവും ഓരോ കൺട്രി ഏതാണ് ആ കോഴ്സ് എന്നുള്ള കാര്യം. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് ആണ്. ഈ ക്വാളിറ്റി അക്കാഡമിക്സിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി ഒന്ന് വരുന്നത് ട്യൂഷൻ ഫീ ആണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് കോസ്റ്റ് ഓഫ് ലിവിങ്. നമ്മൾ പിന്നെ മെയിൻ്റനൻസ് ഫണ്ട് എന്നൊക്കെ പറയുന്ന കോസ്റ്റ് ഓഫ് ലിവിങ്. അതുപോലെ തന്നെ അതർ എക്സ്പെൻസസ് ആൻഡ് സ്കോളർഷിപ്സ് ആൻഡ് അതർ എയ്ഡ്സ്. ഇതൊക്കെ നമുക്കൊരു മാറ്ററാണ് നമ്മളൊരു ഫൈനാൻഷ്യൽ ഫാക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത്. നമ്മൾ ഒരു പ്രീമിയം കൺട്രി നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീ എന്ന് പറയുന്നത് നമുക്കൊരു 15 to 20 പറയാം. അതിൽ തന്നെ സ്കോളർഷിപ്പ് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരു 10 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോഗ്രാം, ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീമിയം കൺട്രീസിനെ കുറിച്ചിട്ടാണ്. ഒരു പിന്നെ മീഡിയം റേഞ്ചിലോ അല്ലെങ്കിൽ ലോ റേഞ്ചിലോ വരുന്ന കൺട്രീസ് അല്ല. അത് അപ് ടു ഒരു 30 lakh വരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്ന കൺട്രീസ് നമുക്കുണ്ട് ഇപ്പോൾ ഇയറിൽ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ അഫോർഡബിലിറ്റിയാണ് അവിടെ വരുന്നത്. നമുക്കത് അഫോർഡബിൾ ആണോ ആ കൺട്രി ഇത് ഫീ കൂടിയ കൺട്രീസ്, റേഞ്ച് കൂടിയ കൺട്രീസ് ചൂസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഫെസിലിറ്റീസും ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ അവരുടെ ആ സ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള അത് അത്തരത്തിൽ ഫെസിലിറ്റൈസ്ഡ് ആണ് ഈ പറയുന്ന അവർ ഫീ വാങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, അത് ഈച്ച് ആൻഡ് എവറി പെന്നി എന്ന് പറയുന്നത് ഇറ്റ്സ് വർത്ത്. നമ്മുടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ഫാക്ടറാണ് ട്യൂഷൻ ഫീ എന്നുള്ളത്. പിന്നെ വരുന്നത് മെയിനായിട്ട് ലിവിങ് കോസ്റ്റ് ആണ്. ഈ ട്യൂഷൻ ഫീനെ കുറിച്ച് പറയുമ്പോൾ തന്നെ സ്കോളർഷിപ്പിൻ്റെ അവൈലബിലിറ്റീസും നമ്മൾ പറയുന്നത്. ഇപ്പോൾ ജിഷാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ആൻഡ് ഓരോ കൺട്രി പ്രിസൈസ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ മെറിറ്റ് ബേസിൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. നമ്മൾക്ക് മുന്നേ ഒരു റെക്സ് ആൻഡ് ക്ലൈൻഡർ യൂണിവേഴ്സിറ്റി അതായത് എനിക്ക് തോന്നുന്നു 45 lakh ആണ് അല്ലേ, സോറി 60 lakh ആണ് അവരുടെ ടോട്ടൽ അവർക്ക് പിന്നെ സ്കോളർഷിപ്പായിട്ട് കിട്ടിയത്. അപ്പോൾ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത്രത്തോളം സ്കോർ ഇല്ലാത്ത കുട്ടികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പല യൂണിവേഴ്സിറ്റീസും 50% അതല്ലെങ്കിൽ ഏർലി ബേർഡ് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇന്ത്യ ഒരു കോമൺവെൽത്ത് കൺട്രി ആയതുകൊണ്ട് എസ്പെഷ്യലി UK നമുക്ക് എന്തുണ്ട് കോമൺവെൽത്ത് സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് എയ്ഡുകളും നമുക്ക് ഈ ഒരു ഇത് കൺസിഡറബിൾ ആണ് നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് പിന്നെ വരുന്നത് ലിവിങ് കോസ്റ്റ് ആണ്. ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ അബ്രോഡ് പോകുമ്പോൾ എസ്പെഷ്യലി ഒരു പ്രീമിയം കൺട്രി നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ലിവിങ് കോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹൈ ആണ് അവിടെ വരുന്ന ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ക്വാളിറ്റി ഓഫ് ലിവിങ് എന്ത് ചെയ്യുന്നുണ്ട് ആ കൺട്രികൾ അതല്ലെങ്കിൽ ആ സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ് ആയിട്ട് അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഈ കോസ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നിടത്തുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഇൻകം ഒരു മാറ്ററാണ്. ആക്ച്വലി ഹയർ സ്റ്റഡീസിൻ്റെ ഏറ്റവും വലിയൊരു മോട്ടോയിട്ട് നമ്മൾ പറയുന്ന ഏൺ വൈൽ യു ലേൺ എന്ന് പറയുന്നത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ അതൊരു മാറ്ററാണ്. ഇപ്പോൾ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്റ്റഡീസിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്റ്റഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ തക്ക തരത്തിൽ ഒരു മോസ്റ്റ്ലി എല്ലാ കൺട്രീസും 20 hours per week എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ ലീഗലി അവർ അലോ ചെയ്യുന്നുണ്ട് ജോലി എടുക്കാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ, അപ്പോൾ അത് UK ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലണ്ടൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയൊരു സിറ്റിയാണ്. അതുപോലെ ഇപ്പോൾ കാനഡയിലാണെങ്കിലും USA അത്യാവശ്യം അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവിങ് കോസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ ഇത്തരത്തിലുള്ള സിറ്റികളിൽ വരുന്നുള്ളൂ. പിന്നെ അപ്പോൾ അത് ഒരു കൺസിഡർ ചെയ്യേണ്ട ഒരു മാറ്ററാണ്. കാര്യം നമുക്ക് ഒരുപാട് സേവിങ്സ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു വലിയ സിറ്റിയുടെ ഉള്ളിൽ പോയിട്ട് സ്റ്റേ അല്ലെങ്കിൽ അത്രയും യൂണിവേഴ്സിറ്റീസ് പ്രിഫർ ചെയ്യാണ്ടിരിക്കുക, കുറച്ചും കൂടെ റിമോട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ UK തന്നെ 450-500 pound പെർ മന്ത് റൂമിന് സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. 110-120 pound പെർ മന്തിൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഡിപ്പെൻസ് ആണ് നമ്മൾ ഇതും ഒരു ഫാക്ടറാണ് നമ്മൾ എവിടെ ചൂസ് ചെയ്യണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതാണ്. പിന്നെ അതർ എക്സ്പെൻസസ്, വിസ ചാർജസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസും കൂടെ വരുന്നുണ്ട് ഇതിൽ. നമ്മളൊരു കൺട്രി ചൂസ് ചെയ്യുമ്പോൾ അക്കാഡമിക്സ് പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിവിങ്ങിൻ്റെ കേസ് പറഞ്ഞു, ഫൈനാൻഷ്യൽ അല്ല ലിവിങ്ങിൻ്റെ കേസ് പറഞ്ഞു, ലിവിങ് കോസ്റ്റ് എന്ന കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവിടെ പോവുക. ഐ മീൻ നമ്മൾ വേറൊരു കൾച്ചറിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടി ഒരു മാറ്റർ അല്ലേ? എക്സാക്ട്ലി. ഇപ്പോൾ നമുക്ക് ഒരു പല കാര്യങ്ങളും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഹാബിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു കൺട്രി ചൂസ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെയും ഓരോ ഇൻഡിവിജ്വൽസിൻ ടു ഇൻഡിവിജ്വൽ ചേഞ്ച് വരുന്ന കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിക്കുകയാണ്
നിങ്ങൾക്ക് എങ്ങനത്തെ ഒരു കൺട്രിയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ അർബൺ ആയിട്ടുള്ള ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു സ്പേസാണ് എനിക്ക് കംഫർട്ടബിൾ ആവുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. കാര്യം എനിക്ക് ഭയങ്കര കാം ആയിട്ടുള്ള, ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സ്കോട്ട്ലൻഡ് പോലെയുള്ള ലൊക്കേഷനൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്യുക. കാര്യം കുറച്ച് കാം ആയിട്ടുള്ള, പ്യൂർലി ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആണ്. പക്ഷെ നമ്മൾ മേജറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു പെർട്ടിക്കുലർ ഫാക്ടറിന്റെ അകത്ത് തന്നെയുള്ള ഇൻഡെക്സുകൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി. നമുക്ക് ക്രൈം റേറ്റ്സ് എത്രയാണ് ആ സിറ്റീസിലുള്ളത്, അല്ലെങ്കിൽ ആ കൺട്രിയിൽ എന്താണ് ക്രൈം റേറ്റിന്റെ സിറ്റുവേഷൻ, എന്താണ് അവിടുത്തെ ഒരു ഏത് തരം ക്രൗഡുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാ പ്രശ്നങ്ങളാണ് എന്ന് റിയലൈസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്കിപ്പോൾ ഇന്ന് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. സോ ക്രൈം റേറ്റ് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അവിടുത്തെ ക്ലൈമറ്റ്, വെതർ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ നിന്ന് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതൊരു മേജർ കൺസേൺ ആയിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ട കാര്യമാണ്. നമ്മൾ ലൈഫ് സ്റ്റൈൽ നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അഡാപ്റ്റബിൾ ആവാം എന്ന് വിചാരിക്കാം. പക്ഷേ എൻവയോൺമെൻറ്റ് മൊത്തത്തിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്രൈം റേറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അഷ്റഫ് ഖാൻ അവിടെ പോയി നിന്ന ആളാണ്. യെസ്, കുറച്ച് വർഷം അവിടെ, കുറച്ച് മാസങ്ങളോടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വെതറിൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ സൂര്യൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ആ ഒരു സമയം ഉണ്ടല്ലോ, ഇവിടുത്തെ പോലെയല്ല നമുക്ക് 6 മണിക്ക് സൺറൈസും സൺസെറ്റും ആ ഒരു പരിപാടിയല്ലല്ലോ അവിടെ എന്ന് പറയുന്ന കേസിൽ. അതെങ്ങനെയാണ്? ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ പിന്നെ ഈ ക്ലൈമറ്റ് അതല്ലെങ്കിൽ വെതർ ചേഞ്ച് ആവുന്ന കാര്യങ്ങൾ, നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഇവിടെ. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊന്നും എക്സ്ട്രീം അല്ല. നമുക്ക് പിന്നെ ഭയങ്കര വിന്റർ ഇവിടെ ഉണ്ടാവാറില്ല. ഇപ്പൊ ഈ റീസെന്റ് ആയിട്ടാണ് സമ്മറൊക്കെ നമുക്കൊരു 40+ ഒക്കെ വരുന്നൊരു സിനാരിയോ ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു സീസണാണ്, സീസൺ ബേസിലാണ് നമ്മുടെ ക്ലൈമറ്റ് വരുന്നത്. ക്വിക്ക് ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മൾ അങ്ങനെ കാണാറില്ല. ബട്ട് ഞാൻ UK പോയിരുന്ന സമയത്ത് ഞാൻ അവിടെ എത്തുന്ന മന്തിൽ രാത്രി 10:45 സൺസെറ്റ്. അതായത് അതുവരെ ലൈറ്റാണ്. അതായത് രാത്രി 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ പകല് പോലെ വെളിച്ചാണ്. ഇത് ലോകത്തിന്റെ വേറെ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഇത് പിന്നെയും കൂടുതൽ. ഇപ്പൊ നമുക്കറിയാം 6 മന്തോളം നൈറ്റും 6 മന്തോളം ഡേയും വരുന്ന ഒരു ഏരിയ ഒക്കെ ഉണ്ട്. ഈവൻ നമ്മൾ ആളുകൾ ഒരുപാടുള്ള ഇപ്പോൾ UK പോലത്തെ ഒരു കൺട്രിയിൽ ഇങ്ങനെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു കുറച്ചൊരു സമയം ഇപ്പോൾ വിന്റർ ആയി കഴിഞ്ഞാൽ പിന്നെ സൂര്യനെ കാണാൻ കിട്ടില്ല. അത് ഉച്ച സമയത്തൊരു 12 o'clock 2 o'clock ഇൻ ബിറ്റ്വീൻ ഒക്കെ വന്നു പോയാൽ പോയി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടുള്ള ഒരു സിനാരിയോ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ മഴ വരുന്നതും പോകുന്നതും. UK എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ലിവർപൂളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ പുറത്തിറങ്ങാൻ നിൽക്കുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. ജസ്റ്റ് സ്റ്റെപ്പ് പുറത്തേക്ക് വെക്കുമ്പോഴായിരിക്കും മഴ എന്ത് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് തീരെ പ്രഡിക്റ്റബിൾ അല്ല അവിടുത്തെ പല കാര്യങ്ങളും, ക്ലൈമറ്റ്. ബട്ട് ജീവിക്കാൻ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ക്ലൈമറ്റ് കൊണ്ട് നമ്മൾ ഒരു കംഫേർട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത് ശരിക്കും ഞാൻ അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ ഭയങ്കര ചൂടുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഭയങ്കര എക്സോസ്റ്റഡ് ആയി പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊരു പല സമയത്തും ഒരു മീഡിയം ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ ക്ലൈമറ്റ്, വെതർ. വിന്റർ ഉണ്ട് അവിടെ ആക്ച്വലി. ബട്ട് അത് നമ്മളൊരു ഡൽഹിയിലൊക്കെ കാണുന്ന പോലെ, ഞാൻ മുമ്പ് ഡൽഹി പഠിച്ചപ്പോഴും അവിടുത്തെ ഒരു വിന്റർ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു വിന്റർ അല്ല ആക്ച്വലി അവിടെ ഉള്ളത്. ഒന്നുകൂടെ കംഫർട്ടാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതുകൊണ്ടും അതിനനുസരിച്ചിട്ട് മൊത്തം ആ കൺട്രിയുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ മാറുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കും നമുക്കത് വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ആക്ച്വലി അവിടുത്തെ ലൈഫ് സ്റ്റൈലും അങ്ങനെ തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ എന്താ പറയുക വെതറാണ്. ഒരു വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒരു 5 o'clock ആകുമ്പോഴത്തേക്ക് ഓഫീസസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും. പിന്നെ ഷോപ്പിംഗ് മാളുകളൊക്കെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യും, നൈറ്റിൽ കുറച്ച് പബ്ബുകളും കഫേകളും മാത്രമേ എന്ത് ചെയ്യുള്ളൂ നൈറ്റിൽ ഓപ്പൺ ആവുള്ളൂ. ആക്ച്വലി വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒരു പോപ്പുലർ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ റെയറാണ് ഈ പല ലൊക്കേഷൻസിലും. ആൻഡ് പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാവരും സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ നോർത്തേൺ ലൈറ്റ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ലൈഫിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുപോലെ സ്കൈ ഒക്കെ ഒരു പ്രത്യേക ബ്യൂട്ടി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതിന് നമ്മുടെ പെർസെപ്ഷൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. പക്ഷെ അവിടെ പോകുമ്പോൾ ഒരു ക്ലാരിറ്റി, ഈവൻ നമ്മളൊരു ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ പോലും നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്ലാരിറ്റിയും ഒരു പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക് സെൻസ് ഒക്കെ നമുക്ക് അതിൽ ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു മാറ്ററാണ് ആക്ച്വലി നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. കാര്യം നമ്മൾ 1-2 ദിവസത്തേക്ക് പോകുന്നതല്ല, നമ്മളൊരു ലീസ്റ്റ് മിനിമം ഒരു 1 year 6 months അവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ്, ആ രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ആ ഏരിയകൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഈ ബ്രീത്തിങ് ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നന്നാവുക.
പിന്നെ മെയിനായിട്ട് നമ്മളൊരു കൾച്ചറൽ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയും. നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണ് പുതിയൊരു കൾച്ചറിനെ അഡാപ്റ്റ് ചെയ്യാൻ, ആ കൾച്ചറുമായിട്ട് അസിമുലേറ്റ് ചെയ്ത് പോകാൻ നമ്മൾ എത്രത്തോളം വില്ലിംഗ് ആണെന്നുള്ളതും ഇതൊന്നും ഒരാളുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു കൾച്ചർ യോജിച്ച് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ പൊളിറ്റിക്സുമായിട്ട് ആൾക്ക് യോജിച്ച് പോകും, ഇതൊക്കെ ഒരാളുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആണ്. ബട്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ കംഫർട്ട് ആവുന്ന രീതിയിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം. ഞാൻ യു കെയിലുള്ള സമയത്ത് ചില സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ കേട്ടിട്ടുള്ള അവർ വന്നിട്ടുള്ള 2 to 3 months ഭയങ്കരമായിട്ട് അവർ ഇമോഷണലി ഡൗൺ ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്കുള്ളത്, നമ്മളൊരു ഇവൻറ്റിൽ സംസാരിക്കുന്ന സമയത്ത് പിന്നെ ഒരു സ്റ്റുഡൻറ്റ് ഒരുപാട് കൺസേൺസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു കൗൺസിലറിൻ്റെ പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കല്ല യു കെയിലേക്ക് പഠിക്കാനാണെന്ന് പറയുന്നത്. സത്യത്തിൽ അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് പറഞ്ഞ തമാശ രൂപേണ പറഞ്ഞ കാര്യമാണ്. ഈവൻ ദോ അതിലൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഭയങ്കര കംഫർട്ട് ആവാൻ വേണ്ടിയിട്ട് പോവല്ല, നമ്മൾ സ്ട്രഗിൾ ചെയ്താൽ തന്നെ ലൈഫിൽ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അത്തരത്തിൽ ഇവിടെയാണ് കൾച്ചറൽ കോമ്പാറ്റിബിലിറ്റി എനിക്ക് തോന്നുന്നത്, നമുക്കത് വർക്ക്ഔട്ട് ആവേണ്ടതുണ്ട്. അങ്ങനെ ആവുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ മീൻസ് അതൊന്നുകൂടെ. അതുപോലെ തന്നെ ഈ പ്രോക്സിമിറ്റി ടു ഹോം എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഹോം സിക്നെസ് ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചുകൂടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻസ് ചൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ കാനഡയൊക്കെ USA ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്, ട്രാവൽ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ മലേഷ്യ, സിംഗപ്പൂർ പോലെയുള്ള നമുക്ക് നിയറസ്റ്റ് ആയിട്ടുണ്ട്. ഈവൻ ദുബൈ ഒക്കെ നല്ല ഡെസ്റ്റിനേഷനാണ് സ്റ്റഡീസിനായിട്ട്. അപ്പോൾ അതും നമുക്ക് കൺസിഡറബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് എലമെന്റ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് എന്നുള്ളതൊന്നും. കാര്യം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സ്റ്റുഡൻസിനോട്, എന്തുകൊണ്ട് നിങ്ങൾ UK ചൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ കാനഡ ചൂസ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ട്. നമ്മൾ ഇത്രയും വലിയ സ്പെൻഡ് ചെയ്ത് പോകുമ്പോൾ അതായിരിക്കരുത് നമ്മുടെ റീസൺ എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെങ്കിലും നമ്മൾ ആ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു പാർട്ട് ടൈം അതല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന സമയത്തൊക്കെ എനിക്ക് സ്കോപ്പുള്ളൊരു ജോലി അക്ഷയ്ക്ക് സ്കോപ്പ് ഇരിക്കണം എന്ന് നിർബന്ധം എനിക്ക് പറ്റും. റീസൺ ഇപ്പോൾ UK വിസ ഹോൾഡർ ആണ് നിങ്ങളെങ്കിൽ വേൾഡിൽ എനിക്ക് തോന്നുന്നു 45ഓളം കൺട്രീസിലേക്ക് നിങ്ങൾക്ക് വിസ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാവൽ ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിലുള്ള സ്റ്റുഡൻറ് വിസയ്ക്ക് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം അവരിൽ പലർക്കും അറിയുന്നില്ല. അപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ പിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തരത്തിൽ ഒരു നല്ല ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക എന്നുള്ളത്. മന്ത്ര എന്ന് പറയുന്നത് നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു വിൻഡോ ആണ് ഓവർസീസ് എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനിൽ പോയി അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിൽ പോയി പഠിക്കുക, വർക്ക് ചെയ്യുക, അവിടെ ആളുകളോട് സംസാരിക്കുക, കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാക്കുക, ക്യാമ്പസിൽ പല ക്ലബ്ബുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക.